എല്ലാവർക്കും നമസ്കാരം. ശ്രുത ടീച്ചറാണ്. അപ്പൊ സൈലത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട മക്കൾക്ക് സ്വാഗതം. മഴക്കാലമൊക്കെയാണ്, അറിയാം. ചില സമയങ്ങളിൽ മഴ ഒട്ടുമില്ലെങ്കിലും മറ്റു ചില സമയങ്ങളിൽ ഒരുപാട് മഴയൊക്കെ പെയ്ത് നമുക്ക് മഴ അവധിയൊക്കെ ഉണ്ട് അല്ലെ. പല ദിവസങ്ങളും നമുക്ക് മഴ അവധിയൊക്കെ കിട്ടുന്നുണ്ട് പല ജില്ലകളിലുമായിട്ട്. എന്ത് തന്നെയായാലും പരീക്ഷയ്ക്ക് മാറ്റമൊന്നുമില്ല, നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. അപ്പോ മഴ എന്ന് പറയുന്ന കാര്യം കൊണ്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കട്ടെ. മഴയെ നമുക്ക് സ്നേഹിക്കാൻ കഴിയട്ടെ. മഴ നമുക്ക് ആവശ്യത്തിനും മാത്രമുള്ളതാവട്ടെ എന്നും കൂടെ പ്രത്യാശിക്ക് ആഗ്രഹിക്കുകയാണ് കേട്ടോ. അപ്പോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഓണപരീക്ഷയാണ്. മലയാളം ഫസ്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ കാട്ടിൽ മഴ പെയ്താൽ എങ്ങനെയിരിക്കും? നമ്മളെ നാട്ടിലെ മഴയെ നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ കാട്ടിൽ മഴ പെയ്താൽ എങ്ങനെയിരിക്കും? പഠിക്കാനുണ്ട് നിങ്ങൾക്ക് പാഠം അല്ലേ. അപ്പോൾ രണ്ടാമത്തെ പാഠമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാട്ടിലെ മഴ എന്ന് പറയുന്ന ഒരു പാഠത്തിന്റെ ആശയം നിങ്ങൾക്കൊന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി തരാനും, അതുപോലെ ആ പാഠത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഏതൊക്കെ ചോദ്യങ്ങൾക്കാണ് സാധ്യത എന്നൊക്കെ പറഞ്ഞു തരാനും, ഓണപരീക്ഷയ്ക്ക് വരുന്ന പാഠങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ പറയാനാണ് ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത്. സോ ഓണപരീക്ഷയ്ക്ക് ഏതൊക്കെ പാഠങ്ങളാണ് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. കാരണം സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യങ്ങളും അറിയാൻ പറ്റില്ല അല്ലേ. ഇനിയിപ്പോൾ നമ്മുടെ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യുക. ഇതൊക്കെ നമ്മൾ മിനിമം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എല്ലാവരും ചെയ്യുന്നില്ലേ? പരീക്ഷാകാലാണ്, ഇതൊന്നും മിസ്സാക്കരുത്. കാരണം നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരുപാട് മോഡൽ ചോദ്യങ്ങളൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഓണപരീക്ഷയ്ക്ക് ഏതൊക്കെ പാഠങ്ങൾ എന്നൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഏതൊക്കെ നമ്മൾ പഠിക്കണം, എത്ര പാഠങ്ങൾ നമ്മൾ പഠിക്കണം എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇനിയിപ്പോൾ പരീക്ഷ കുറച്ച് നേരത്തെയാണ്, ഓഗസ്റ്റ് മാസമാണ് പരീക്ഷ അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം സെപ്റ്റംബറിലാണ് നമുക്ക് പരീക്ഷ നടന്നത്. ഓണം നേരത്തെയാണ്. ചിങ്ങമാസത്തിലെ ഓണം നമുക്ക് നേരത്തെ വന്നത് കൊണ്ട് തന്നെയാണ് ഓണപരീക്ഷയെ നേരത്തെ ആക്കിയത്. അതുകൊണ്ട് മുഴുവൻ പാഠങ്ങളും പഠിക്കേണ്ടതുണ്ടോ എന്നൊക്കെ തുടങ്ങിയ ആശങ്കകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഒരു പരിഹാരം കാണാം. ഓണപരീക്ഷയ്ക്ക് വരുന്ന പാഠങ്ങൾ, ഫസ്റ്റ് ടേം എക്സാമില് നോർമലി വരുന്ന പാഠങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ, നീർനാഗം വരെയാണ് വരാറുള്ളത്. ഓഗസ്റ്റ് മാസമാണ് ഇത് തീർക്കേണ്ടത് അല്ലേ. നീർനാഗം ഫസ്റ്റ് ടേം എക്സാമിന് വരുന്ന പാഠങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. പക്ഷേ പരീക്ഷ നേരത്തെ ആയതുകൊണ്ട് തന്നെ നീർനാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ കുറയാനും കടങ്കഥ വരെയുള്ള ചോദ്യങ്ങൾ കൂടുതലായിട്ടുണ്ടാവാനുമാണ് സാധ്യത. അപ്പോൾ ഇത്തിരി പൂവേ കുരുന്നുപൂവേ എന്ന് പറയുന്ന ആദ്യ യൂണിറ്റിലെ മണ്ണിന്റെ കിനാവുകൾ, കാട്ടിലെ മഴ, ഡെയ്സി ചെടി അല്ലെ പഠിക്കണം നമ്മള്. പിന്നെ ഒപ്പം ചിരിക്കാം ഓർത്തു ചിരിക്കാം എന്ന് പറയുന്ന രണ്ടാമത്തെ യൂണിറ്റിലെ വായുവില്ലാത്ത ലോകവും കടങ്കഥയും. നീർനാഗം ഫസ്റ്റ് ടേം എക്സാമിന് വരുന്നുണ്ട്. പക്ഷേ പരീക്ഷ നേരത്തെ ആയതുകൊണ്ട് കടങ്കഥയിൽ ഒതുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. എന്തുതന്നെയായാലും ഇതിൽ രണ്ടാമത്തെ പാഠം, ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായ കാട്ടിലെ മഴ എന്ന് പറയുന്ന ആ ഒരു അനുഭവക്കുറിപ്പിന്റെ ആശയം അതൊന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ഇതിലൂടെ ഏതൊക്കെ ചോദ്യങ്ങൾ വരും എന്നുള്ളതും ടീച്ചർക്ക് പറയാനുണ്ട്. സോ അതിനു മുൻപായിട്ട് നമ്മുടെ ഇതിന്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഏതാണ് നമ്മുടെ ബാച്ച് എന്ന് പറയുന്നത്? പൃഥ്വി ബാച്ചാണ്, 5ാം ക്ലാസ്സിലെ ബാച്ച്. അതാ ലിമിറ്റഡ് ടൈം ഓഫറാണ് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനിപ്പോൾ. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോളൂ. ഒട്ടും മടി വിചാരിക്കേണ്ട. കാരണം ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കണം. 10% ഓഫറുണ്ട്. ഡെയിലി ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ട് നിങ്ങളുള്ള ഒരു അടിപൊളി ബാച്ചാണ്. അത് സ്ലൈഡ്സും നോട്ടൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ആവശ്യാർത്ഥം അല്ലേ, നിങ്ങളുടെ സൗകര്യാർത്ഥം 2 പ്ലാനുകളാണ് നിങ്ങൾക്കുള്ളത്. ഒന്ന് ബേസ് പ്ലാനും ഒന്ന് ഇൻഫിനിറ്റി പ്ലാനും. ഇൻഫിനിറ്റി പ്ലാനിലില്ലാത്ത ബേസ് പ്ലാനിലില്ലാത്ത എന്ത് കാര്യമാണ് ഇൻഫിനിറ്റി പ്ലാനിലുള്ളത് എന്ന് നിങ്ങൾ വിചാരിക്കും. ലൈവ് ക്ലാസ്സുകൾ എല്ലാ 2 ബാച്ചിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നോട്ടും ടെസ്റ്റും അല്ലേ, യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ അതിൽ കിട്ടും. എന്നാൽ ഈ ബേസ് പ്ലാനിലില്ലാത്ത പേൾ വീഡിയോ എന്ന് പറയുന്ന ഒരു സെക്ഷൻ
പേൾ വീഡിയോ എന്ന് പറയുന്ന ഒരു സെഷൻ, നമ്മളെ പാഠഭാഗങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് നൽകുന്ന ഒരു സെഷൻ എവിടെയുണ്ട് നമ്മുടെ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ആ ഒരു സ്കീമിലുണ്ട്. വളരെ കുറഞ്ഞ പൈസയാണ് നമുക്ക് വരുന്നുള്ളൂ. ഓൺലൈൻ ഇരുന്ന് പഠിക്കാൻ പറ്റുന്നവർക്ക് ഏറ്റവും നല്ല ഒരു അവസരം കൂടിയാണിത് കേട്ടോ. പിന്നെ എന്താണ്, വരുന്ന ബാച്ചുകൾ ഏതൊക്കെ ബാച്ചാണോ അതിന് മുന്നോട്ട് വരുന്നത്, അതായത് 5th ഏതൊക്കെ ബാച്ചാണോ ഉള്ളത് അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. പുതിയ പുതിയ ബാച്ചുകളൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ ബാച്ചുകളൊക്കെ ഉണ്ടാവാറുണ്ട്, പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അതിൻ്റെയൊക്കെ ആക്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറയാൻ പോകുന്നത് കാട്ടിലെ മഴ എന്ന് പറയുന്ന അടിപൊളി ഒരു പാഠഭാഗമാണ്. ഇതൊരു അനുഭവക്കുറിപ്പാണ്. ചിത്രം കാണുമ്പോൾ തന്നെ നമുക്കറിയാം മഴ പെയ്യുമ്പോൾ അത് ഏറ്റവും സുഖകരമായിട്ട് നമ്മൾ അനുഭവിക്കാറുണ്ട്. അതേപോലെ തന്നെ കാട്ടിലെ മഴ പെയ്യുമ്പോൾ അതിന് വേറൊരു ഫീലാണ് എന്നാണ് ഇത് വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ പാഠഭാഗത്തിന്റെ ചുരുക്കം നമുക്ക് ഒന്ന് നോക്കാം അല്ലേ. ആരാണ് എഴുതിയത്? ഈ സോമനാഥിന്റെ ഇലകളിൽ ചോരുന്ന ആകാശം എന്ന ലേഖനത്തിലെ, ഇതൊരു ലേഖനമായിട്ട് കണക്കാക്കാം, ഒരു അനുഭവക്കുറിപ്പായിട്ടും കണക്കാക്കാം. ലേഖനത്തിലെ ചെറിയൊരു ഭാഗമാണ് കാട്ടിലെ മഴ. മഴ ഓരോരുത്തർക്കും ഓരോ അനുഭവമാണ്. ലേഖകനുണ്ടായ ഒരു അനുഭവമായിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ. കാട്ടിൽ മഴ പെയ്തപ്പോൾ ഉണ്ടായ മാറ്റങ്ങളെ വളരെ വ്യക്തമായിട്ട് എഴുത്തുകാരൻ ഈ ഒരു എഴുത്തിലൂടെ നമുക്ക് മുന്നിലേക്ക് കാണിച്ചു തരുന്നു. കാട്ടിൽ കന്നിമഴ പെയ്തു എന്നാണ് തുടങ്ങുന്നത്. കന്നിമഴ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മഴ, അതിനാണ് നമ്മൾ കന്നിമഴ എന്ന് പറയുക അല്ലേ, ആദ്യ മഴ. കന്നിമഴ എന്നാൽ ആദ്യ മഴ എന്നാണ് അർത്ഥം. കടുത്ത വേനലിൽ നീർച്ചാലുകൾ വറ്റി വരണ്ടതും പുഴ നന്നേ മെലിഞ്ഞു പോവുകയും വെയിലിന്റെ ചൂടേറ്റ് കുന്നുകൾ കരിവാളിക്കുകയും ചെയ്തപ്പോൾ, എന്താണ് വെയിലിന്റെ ചൂടില് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, വരൾച്ചയിലേക്ക് പോയിട്ടുണ്ട്. ആ സമയത്താണ് ഒരു ജലം അല്ലെ, മഴത്തുള്ളികള് ഇങ്ങനെ കാട്ടിലേക്ക് പെയ്തിറങ്ങുന്നത്. പെട്ടെന്നാണ് അനുകൂട്ടം കണക്ക് മഴമേഘങ്ങൾ വന്ന് നിറയുന്നത് അല്ലേ. അപ്പോ ഈ ഒരു വരൾച്ചയുള്ള സമയത്ത് പെട്ടെന്ന് എന്താണ്, മഴമേഘങ്ങൾ വന്ന് നിറയുകയാണ്. മഴയുടെ വരവിനെ വളരെ മനോഹരമായി വർണ്ണിക്കുകയാണ് ഈ ഒരു എഴുത്തിലൂടെ എഴുത്തുകാരൻ ചെയ്യുന്നത്. ചിലപ്പോൾ മഴ ആർദ്രമായി പെയ്തിറങ്ങും. ആർദ്രമായി എന്ന് പറഞ്ഞാൽ ഒരു തണുപ്പ്, ഒരു മഴയായിട്ട്. മറ്റു ചിലപ്പോൾ മഴയുടെ ഭീകരതയും കാണാറുണ്ട്. ആ ഭീകരതയാണ് പ്രളയമായിട്ട് മാറുന്നത് അല്ലേ, നമ്മൾക്കറിയാം, ഉരുൾപൊട്ടലായിട്ട് മാറുന്നത്. അല്ലാത്ത മഴയോ നല്ല സുഖമായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന മഴയാണ് ആർദ്രമായ മഴ. പിന്നെ മഴത്തുള്ളികളുടെ സംഗീതം എന്താണ്, ഗർജനമായിട്ട് മാറുകയാണ്. പിന്നെ മഴയുടെ ശക്തി കൂടുന്നതിനെ കുറിച്ചാണ് ഈ ഒരു ലേഖനത്തിലെ എഴുത്തിൽ പറയുന്നത്. പക്ഷേ മരിച്ച പുഴ ജീവൻ വെച്ചു തുടങ്ങുന്നു. അതായത് പുഴയിലെ വെള്ളമൊക്കെ വറ്റുന്ന സമയത്ത് പുഴയിൽ വെള്ളം വരുന്നു. അതിനെയാണ് മരിച്ച പുഴ ജീവൻ വെച്ചു എന്ന് പറയുന്നത്. കുന്നിലും വീട്ടിലും നിന്ന് 100 നീർച്ചാലുകൾ, കുന്നിലും വീട്ടിലും നിന്ന് 100 നീർച്ചാലുകൾ പുഴയിലേക്ക് അരിച്ചിറങ്ങുന്നതിനെ പറ്റിയും ലേഖനത്തിൽ പറയുന്നു. കാട്ടിൽ കന്നിമഴ യൗവനമാണ് കൊണ്ടുവരുന്നത്. കാട്ടിൽ കന്നിമഴ എന്താണ് കൊണ്ടുവരുന്നത്? യൗവനമാണ്, യൗവനാവസ്ഥ അല്ലേ. അതായത് നമ്മൾ കൗമാരമൊക്കെ കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് പോകുന്നതിന് മുൻപുള്ള ആ ഒരു അവസ്ഥയാണ് യൗവനാവസ്ഥ അല്ലേ. മഴ പെയ്ത ആ ഒരൊറ്റ രാത്രി കൊണ്ട് പുഴ സുന്ദരിയാകുന്നു അല്ലേ. മഴ പെയ്ത ഒരു രാത്രി കൊണ്ട് പുഴ സുന്ദരിയാവുന്നു. വറ്റി വരണ്ട പുഴയിൽ വെള്ളമൊക്കെ വന്ന് നല്ല സുന്ദരിയായി മാറുകയാണ് പുഴ. കുന്നിൻപുറം എല്ലാ വിളർച്ച മാറ്റി വീണ്ടും പച്ചയാകുന്നതിനെ പറ്റിയും പച്ച തളിരിൻ്റെ ചോപ്പായി പരിണമിക്കുന്നതിനെ പറ്റിയും ഇവിടെ പറയുന്നു. മഴ പെയ്തു കഴിഞ്ഞാൽ മാറ്റത്തെ പറ്റി ഒന്ന് ആലോചിച്ചാൽ മതി. നമുക്ക് വരണ്ട് കിടക്കുന്ന ഒരു സ്ഥലം എന്താവുന്നതാണ്, പച്ചപ്പായി മാറുകയാണ് അല്ലേ. ഇലകളൊക്കെ എന്താണ്, ഉണങ്ങി, കൊമ്പെല്ലാം ഉണങ്ങി പോകാനായ ഒരു ചെടിയിൽ വീണ്ടും തളിർക്കുകയാണ്, പിന്നെ പൂക്കുകയാണ്. അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പം മഴ കൊണ്ടുവരുന്ന മാറ്റങ്ങളെപ്പറ്റി ഇത് ശരിക്കും ഒരു വർണ്ണനാരൂപത്തിലാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ സാധ്യതയുള്ള ഒരു ചോദ്യം, വർണ്ണന തയ്യാറാക്കാം. മറ്റൊരു വീഡിയോയിൽ ടീച്ചർ വർണ്ണന തയ്യാറാക്കുന്നതിനെ പറ്റി പറഞ്ഞു തരാം മക്കളെ. അപ്പോൾ ഇത്തരത്തിൽ ഒരു പാഠം പഠിക്കുമ്പോൾ ഇതിൽ നിന്നും എങ്ങനെ ചോദ്യം വരാം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്നുള്ള ഒരു ചോദ്യ സാധ്യത, വർണ്ണന തയ്യാറാക്കാം, നിങ്ങൾ കണ്ട മഴയനുഭവം എഴുതുക എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് മറക്കരുത്, ടീച്ചർ മാരത്തോണൊക്കെ ആയിട്ട് വരും. താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കാണാം. അപ്പോൾ മറക്കരുത്. ബൈ, അടുത്ത ക്ലാസ്സിൽ കാണാം.